ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി എഞ്ചിൻ വർക്കായിട്ട് നമ്മൾ അഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഐറ്റംസ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ക്രാങ്ക് ഷാഫ്റ്റൊക്കെ നമ്മൾ മാറ്റി പുതിയതിട്ടാണ് സെറ്റ് ചെയ്യണത്. അതായത് സാധാരണ നമുക്ക് ലെയ്ത്ത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും, കാരണം ക്രാങ്കൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ മാറ്റി ചെയ്യണ വർക്കാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടിയുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ചിട്ട് വേണം നമുക്ക് എഞ്ചിൻ്റെ വർക്കുകൾ ക്ലിയർ ചെയ്യാനായിട്ട്. അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓട്ടമുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും ക്രാങ്ക് ലെയ്ത്തിൽ സെറ്റ് ചെയ്തെടുക്കുന്നത് അത്ര ഗുണമായിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത പെർസെൻറ്റേജ് കൂടുതലാണ്. നേരെ മറിച്ച് കമ്പനി പാർട്സുകൾ മേടിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കറക്റ്റ് നമ്മൾ സർവീസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അത് ഓയിൽ ചേഞ്ചും പേഡഡ് സർവീസ് കാര്യങ്ങൾ, അതായത് മെയിൻ്റനൻസ് സർവീസുകളുണ്ടല്ലോ, ജനറലായിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ, അത് കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ താരതമ്യേന കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കുറവാണ്. പെർസെൻറ്റേജ് ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ ഇത് ആ രീതിയിൽ ചെയ്യണം. ഇത് വണ്ടി നല്ല ഓട്ടമുള്ള വണ്ടിയാണ്. അപ്പോൾ അതും പ്രകാരം നമ്മൾ പാർട്സുകൾ മാറ്റിയാണ് ചെയ്യണത്. ക്രാങ്ക് ഷാഫ്റ്റൊക്കെ നമ്മൾ വരുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലിക്ക് 3325 രൂപ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് മാത്രം വരുന്നുണ്ട്. അതേപോലെ തന്നെ സിലിണ്ടർ പിസ്റ്റൺ കിറ്റ് അടക്കം വരുമ്പോൾ നമുക്ക് ഏകദേശം വരുന്നത് 2857 രൂപ നമുക്ക് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ക്യാം ചെയിൻ അത് കിറ്റായിട്ട് വന്നെ 401 രൂപ. ടെൻഷണർ, അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് ഐറ്റംസും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് നമുക്ക് ക്ലച്ച് പ്ലേറ്റ് വരുമ്പോഴത്തേക്ക് 224 നമുക്ക് കോസ്റ്റ് തന്നെ. ക്ലച്ച് ഡിസ്കിന് വരുമ്പോഴത്തേക്കും 659 രൂപ വരും. പിന്നെ ഗിയർ ബോക്സിൽ വരുന്ന എല്ലാ ബെയറിങ്ങുകളും മാറ്റുന്നുണ്ട്. ഓയിൽ സീല്, ഓറിങ് ഐറ്റംസൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ വണ്ടിക്ക് തേർഡ് ഗിയറിൻ്റെയും ഫോർത്ത് ഗിയറിൻ്റെയും വീലുകൾ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. തേയ്മാനം വന്നിട്ട് നമ്മളതും കൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഓരോ വീലുകൾക്ക് ഓരോ റേറ്റ് വന്നെ. ഇതിപ്പോൾ മെയിൻ ഷാഫ്റ്റ് 4ാമത്തെ ഗിയറിൻ്റെ മെയിൻ ഷാഫ്റ്റ് വീലാണ് 405 രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരാം. പിന്നെ അതിൻ്റെ തന്നെ ഈ പറഞ്ഞ രീതിയുടെ C3 ബെയറിങ്, അതായത് 3ാമത്തെ കൗണ്ടർ ഷാഫ്റ്റാണ്. കൗണ്ടർ ഷാഫ്റ്റിൻ്റെ 3ാമത്തെ ഗിയറിന് 425 രൂപ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ മെയിൻ ഷാഫ്റ്റിൻ്റെ 3ാമത്തെ ഗിയറിന് വരുമ്പോൾ 345 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ കൗണ്ടർ ഷാഫ്റ്റ് ഫോർത്ത് ഗിയറിൻ്റെ വരുമ്പോഴത്തേക്കും 315 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു 1000-1500 രൂപ ഗിയർ വീലുകൾക്ക് മാത്രം അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നതിൻ്റെ കേസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ മാറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാണ് പുതിയ വീലുകളാണത്. ഈ മെയിൻ ഷാഫ്റ്റിൻ്റെ 2 വീലുകൾ മാറ്റി വെച്ചാണ്. കൗണ്ടർ ഷാഫ്റ്റിൻ്റെ 2 വീലുകൾ നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇങ്ങനെ എഞ്ചിൻ്റെ ഭാഗം കഴിക്കുമ്പോൾ ഗിയർ വീലുകൾക്കൊക്കെ തേയ്മാനം ഉണ്ടെങ്കിൽ കൈയോടെ നമ്മളത് ചെയ്തു പോയില്ലെങ്കിൽ പിന്നെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി സെറ്റ് ചെയ്ത് വേണ്ടി ഓടുന്ന സമയത്ത് തേയ്മാനം, ഇപ്പോൾ സെക്കൻഡിനൊക്കെ വന്നാലും ഇപ്പോൾ നമുക്ക് പ്രോബ്ലം ഇല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡിൽ വണ്ടി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഈ തേയ്മാനം ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് തേർഡും ഫോർത്തും മൂളിച്ച സൗണ്ട് വരാൻ സാധ്യതയുണ്ട്. മൂളിച്ച സൗണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഴിക്കൽ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൈയോടെ മാറ്റി വിടുന്നത്. ഇതിൻ്റെ നിലവിൽ ഈ ക്ലച്ചിൻ്റെ ഈ ഔട്ടർ കംപ്ലീറ്റും ചെറിയൊരു തേയ്മാനമുണ്ട്. പക്ഷേ നമുക്ക് പുറമേ നിന്ന് നമുക്ക് എന്തെങ്കിലും ഡാമേജ് വന്നാൽ പോലും പുറമേ നിന്ന് നമുക്ക് അഴിച്ച് റിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ക്ലച്ച് സൈഡ് മാത്രം അഴിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ തേയ്മാനം ഉണ്ടെങ്കിൽ പോലും നമ്മൾ തൽക്കാലം അത് ക്ലിയർ ചെയ്തിട്ട് അത് തന്നെയാണ് യൂസ് ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. കംപ്ലൈൻറ്റ് സൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് അഴിച്ച് കൂട്ടത്തിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഫിൽട്ടർ ക്ലീനിങ്ങൊക്കെ വന്ന സമയത്ത് മാറ്റണമെങ്കിൽ ആ കൂട്ടത്തിൽ മാറ്റം എന്തെങ്കിലും ചെയ്യാം. ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് റേറ്റ് വരും. ഇത് ഏകദേശം 2000 രൂപ തന്നെയാണ് ക്ലച്ച് ഔട്ടർ എന്ന് പറഞ്ഞാൽ. ക്ലച്ച് ഔട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ അതിൻ്റെ ഗിയർ പ്രൈമറി എന്ന് പറഞ്ഞാൽ ഈ ഒരു വീലും കൂടി മാറ്റേണ്ടതായിട്ട് വരും. തേയ്മാനം വേണ്ട, വണ്ടിയുടെ പഴക്കത്തിൻ്റെ അനുസരിച്ച് വന്ന തേയ്മാനങ്ങളാണ് ഈ വീലുകൾക്ക്. അപ്പോൾ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരമാവധിയും നാളെ വൈകിട്ടത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് തീർക്കാം. അതായത് 27-ാം തീയതിയാണ് നമ്മൾ ഡെലിവറി പറഞ്ഞങ്ങനെ. ശനിയാഴ്ച തീരേണ്ടതാണ്. അപ്പോൾ അതിനിടയിൽ ഈ പറഞ്ഞ രീതിയുടെ ഐറ്റംസ് 1-2 ഐറ്റംസ് കിട്ടാനായിട്ട് ഡിലേ വന്നതും പ്രകാരം വൈകിപ്പോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ സൺഡേ ആണെങ്കിൽ കൂടി നമ്മൾ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച 27-ാം തീയതി വൈകിട്ടത്തേക്ക് നമുക്കൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കിയേക്കാം. ഓക്കെ, കംപ്ലീറ്റ് ആക്കിയപ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.